നമസ്കാരം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മഞ്ജു പിള്ളയുടെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പൊതുവേ സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അതിനോടൊപ്പം അത് ഉള്ളതാണ്, അത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു വസ്ത്രത്തിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല. എന്നിരുന്നാലും ഈ ഒരു കാര്യം, ഈ ഒരു ഷബീന ബീബി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്രയൊക്കെ ചിന്തിച്ചിരുന്നാലും ആ ഒരു പറഞ്ഞ കാര്യത്തിനോട് ഒട്ടും യോജിക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് കഴിയുന്നില്ല. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, എവിടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോട് പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഉദ്ദേശിക്കേണ്ട കാര്യമില്ല. അത് മാതാപിതാക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഫോട്ടോഷൂട്ടിന്റെ എന്തോ സംഭവമുള്ള ഒരു ഫോട്ടോയാണ്. 2023 എന്തോ ആളെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സമയത്തുള്ള ഫോട്ടോ ഇപ്പൊ വൈറലായത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് മാനേഴ്സ് കീപ്പ് ചെയ്തതായിരിക്കണം. അതൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുത്. നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം, പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഏറ്റവും മെയിൻ. അത് എന്താ പറയുക, കത്തിയെക്കാട്ടിലും മൂർച്ച കൂടുതലാണെന്ന് പറയുന്നിട്ടില്ലേ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. അപ്പൊ അത് ആദ്യം സൂക്ഷിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. ബാക്കി എല്ലാ കാര്യത്തിനോടും എനിക്ക് കുറച്ചൊക്കെ യോജിപ്പുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഒരു പെൺകുട്ടിയുടെ നേരെ അല്ലെങ്കിൽ കൂടിയും അതൊരു റിയാക്ഷനായിട്ട് പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടിയെ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. കേട്ടാൽ അറപ്പ് തോന്നുന്ന വേർഡുകളാണ് അത്. നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ് ഇതൊക്കെ ഇങ്ങനെ ഈ ചവച്ചരയ്ക്കും പോലെ പുറത്തേക്ക് വിടുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉപദേശിക്കാം. നമ്മൾ ഉപദേശിക്കാൻ ആരും അല്ലെങ്കിലും നമുക്ക് പറയാം. ആ ഒരു പറയുന്ന വാക്കുകൾ മാന്യമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക, നമ്മൾ പറയുന്ന വാക്കുകൾ നല്ലതാണോ? അത് നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ ആദ്യം ചിന്തിക്കുക. നമ്മൾ ആ ഒരു പറയുന്ന വാക്കുകൾ ഒരിക്കലും നമ്മൾ ഒരു പെൺകുട്ടികളെയും ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള മോശം വാക്കുകൾ പറയാൻ പാടില്ല. നമുക്ക് അഭിപ്രായം പറയാം, അഭിപ്രായം പറയേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ ആൾക്കാർക്കും ഉണ്ട്. ഈ ഒരു ഡ്രസ്സിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അതൊരു ഫോട്ടോഷൂട്ടാണെന്ന് ഓക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സിനോട് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല, അതുള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും പ്രതികരിക്കും. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെയാണ് ഒരു ഫോൾട്ട് വന്നത്. ബാക്കിയുള്ള വീഡിയോസിൽ പോട്ട് അത് എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന പറയും. പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാ ആൾക്കാർക്കും അങ്ങോട്ട് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ദിയാസിനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം. സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേര്, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിട്ട് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്.
പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബൈയിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ദീർഘനിശ്വാസങ്ങൾ. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. നിലവിൽ എന്റെ അറിവിൽ തന്നെയുള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. 2018 മുസ്ലിംസിന് അഗെയിൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 22 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞ് അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞും ഒക്കെ. എനിക്ക് അറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ചു വെച്ച് അവർക്കെതിരെ FIR ഇട്ടു. ലാസ്റ്റ് നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ ിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൂട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷഫീന ബീവിയോട് പറയുമ്പോൾ ഇവൾ എന്ത് ചെയ്യും? ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. മാനക്കേടും നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ മഞ്ജുചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയന പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗെയിനിൽ കാശ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സ്ത്രീ ആയിട്ടുള്ള രേണുസുതി കൈൻഡ് ഓഫ് എന്തോ ആവട്ടെ, പല പ്രശ്നങ്ങൾ അവരുടെയിലുണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അവർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇന്നൊരു രോഗിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ പോലും വെറുതെ വിടാതെ പച്ചമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഒരു സ്ത്രീയാണ് ഇവളെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ പറ്റി കൂടുതൽ ജാഗ്രത ഉണ്ടായത്? എന്നെ ഏകദേശം 2018 മുതൽ ഈ സ്ത്രീ ആക്രമിക്കുന്നുണ്ട്. എന്റെ ഫാമിലി, എന്റെ കുടുംബം, എന്റെ ഹിസ്റ്ററി ഒക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എന്നെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ കേസുകൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കേസുകൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാളിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ രാജനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷ് ഗുഡ്, അത് അടിപൊളി. അത്തരത്തിൽ തന്നെ എല്ലാ കേസുകളും നടക്കട്ടെ. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഇതുപോലൊരു വിഷജന്തുവായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ FIR വരാത്ത സാഹചര്യത്തിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടങ്ങളായി ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന്മേൽ നല്ല ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം
നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ചോദിക്കും എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. ഇത് അവരുടെ കയ്യിൽ റെക്കോർഡിങ്ങിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരിത് പബ്ലിഷേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഈ സ്ത്രീ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് കൊണ്ടാണ്. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഈ വിഷയത്തിൽ ചേച്ചിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ ഈ സംസാരിച്ചൊക്കെ വളരെ കുറവാണ്. ഇതിനെക്കാട്ടിലും വലിയ 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 കഥയുണ്ട്. എന്തായാലും ഈ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ സ്ത്രീയാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ മൂവ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും അത് എല്ലാവരും ഈ സ്ത്രീക്കെതിരെ, ഈ സ്ത്രീയുടെ മോഡ് ഓഫ് രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നല്ലത്. അത് ദയയുടെ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും എന്തോ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിട്ട് അവൾ കാണിക്കുന്ന കാട്ടായത്തരങ്ങളെയൊക്കെ നമുക്ക് കാണാം. ഈ കുടുംബത്തിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അവള് പെറ്റിട്ടിട്ട് തോന്നിയത് പറയാന്നുള്ളത് പോലെയാണ് അവളുടെ കുറെ ഡയലോഗുകൾ. ഷീസ് വലിയ രീതിയിലുള്ള നാർസിസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിഷമാണ്. ഇത് ഈ സാമൂഹ്യ വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിയാണിത്. ഇത് മാനസിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണ്. സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ മൂത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് സ്വമേധയാ ഓർഗാസം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ്. സത്യം പറഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെന്റ് ആണ് ഈ ഒരു വാക്കിനെ പറയുന്നത്. അത്രയും വൃത്തികെട്ട രീതിയിൽ ബാഡായിട്ടുള്ള വാക്കുകളാണ് അത് യൂസ് ചെയ്തേക്കുന്ന. വൃത്തികെട്ട് നമ്മൾ കോമഡി പറയും, നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് പല കാര്യങ്ങളും പറയും. എന്നിരുന്നാലും ഇതുപോലെ ഈ ചവച്ചരച്ച് കളയുന്ന പോലെ കുറെ വാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഷബീന പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണോ, ന്യായമാണോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഒരു അഭിപ്രായം അത്രയും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ.